ഗൈസ്, ഇന്ന് സൺഡേ ആണ്. നമുക്ക് ആകെ കുറച്ച് ദിവസം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. സൺഡേ ഒക്കെ കിട്ടാറുണ്ടോയെന്ന് വെച്ചാൽ കിട്ടാറുണ്ട്. പക്ഷെ എന്നാലും ജോബിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് സൺഡേ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. പക്ഷേ ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോകാമെന്ന്. കാരണം സിംഗപ്പൂർ എത്തിയിട്ട് ഇവിടുത്തെ പ്ലേസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഞാനൊരു പേരനഗൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണോ ശരിക്കും പ്രൊനൗൺസിയേഷൻ അറിയാൻ പാടില്ല, പക്ഷേ പേരനഗൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. നമ്മളിപ്പോൾ അധികം പൈസ കൊടുക്കാണ്ട് ചെല്ലാൻ പറ്റുന്ന ലൊക്കേഷനൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വാ. ഇതേപോലത്തെ ഒരു ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സിംഗപ്പൂർ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഭയങ്കര ചീപ്പാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ പോകുന്ന റൂട്ടിലെ കുറച്ച് വില്ലാസൊക്കെയാണ് കാണുന്നത്. പൊതുവേ സിംഗപ്പൂർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ വില്ലാസൊക്കെ അത്യാവശ്യം പോഷ് ഏരിയയിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഇതേപോലെ ചൈനീസ് ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോഴാണ് ഞാൻ ഈ വെൻഡിങ് മെഷീൻ കണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ വെൻഡിങ് മെഷീനിൽ തന്നെ നമുക്ക് $1 നമുക്ക് റോസ് മിൽക്ക് കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പിക്ചർ കാണിച്ച പോലത്തെ ആളല്ല എനിക്ക് കിട്ടിയത്. സംഭവം എന്തായാലും ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്നാമത് ഭയങ്കര വെയിലും നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മധുരമുള്ള ഐറ്റം ഈ വെയിലത്ത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാഹമൊന്നും മാറൂല. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം ഓൾറെഡി കരുതിയിട്ടുണ്ട്. കാരണം പച്ചവെള്ളത്തിന് പോലും $1 കൊടുക്കേണ്ട നാടാണ് കേട്ടോ ഇത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. നമുക്കാണ് ഇവിടെ $1 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം. ഇവിടെയുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ₹1 എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ളു കേട്ടോ. ഗൈസ്, ഫൈനലി നമ്മൾ പേരനഗൻ ഹൗസിലെത്തി. ഇതെനിക്ക് തോന്നിയത് ഒരു ഗോവ വൈബാണ്. നമ്മൾ ഗോവയിൽ പോയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പേര് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം അറിയുന്നത് കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് ഒരു വെറൈറ്റിയാണ്. ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഇതേപോലെ കുറേ വില്ലാസാണ്. കുറേ ഡിഫറെൻറ്റ് കളർ പെയിൻ്റ് ഒക്കെ അടിച്ച് വൻ സെറ്റപ്പായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണത്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ചെന്ന സമയത്ത് അത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഒരു ഉച്ച സമയത്താണ് ഞാൻ ചെന്നത്. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് ഒരു കണക്കിനാണ് കേട്ടോ. അപ്പോൾ സിംഗപ്പൂർ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഫോട്ടോ സ്പോട്ടൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സ്പോട്ടാണ് നിങ്ങൾ ഇതിൻ്റെ പുറകെ കാണുന്ന ഈ പേരനഗൻ ഹൗസ്. അടിപൊളി ഫ്രെയിംസ് ആയിരിക്കും ഓരോ പിക്ചറും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ സിംഗപ്പൂർ വരുമ്പോഴേക്കും ഈ സ്പോട്ട് എന്തായാലും മിസ് ചെയ്യേണ്ട. അതേപോലെ സിംഗപ്പൂർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്പോട്ട് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം സിംഗപ്പൂരിൽ നിന്നിട്ട് നമ്മൾ ഈ സ്ഥലമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര മോശം തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നേരെ വിട്ടത് ഈസ്റ്റ് കോസ്റ്റ് പാർക്കിലോട്ടാണ്. ആക്ച്വലി ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് എന്ന് കേൾക്കുമ്പോഴേക്കും വേറെ ഒന്നുമില്ല, ഒരു ബീച്ചിനോട് ചേർന്ന് വരുന്ന ഒരു പാർക്കാണ്. അടിപൊളി ബീച്ചാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ബ്ലൂ കളർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്ലൂ ആയിട്ട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും കാണാത്ത കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകെ. ഭയങ്കര അടിപൊളി ബീച്ചാണ്. പക്ഷേ ഒറ്റക്കൊക്കെ പോയി ബീച്ചിൽ പോയിരിക്കാൻ അത്ര സുഖമില്ല കേട്ടോ. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ.